ഈ വിവാഹം ആശീർവദിപ്പാനായി കടന്നു വന്നിരിക്കുന്ന ദൈവകൃത്യനെ ക്ഷണിക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ വളരെ പ്രതീക്ഷയോടെ, വളരെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന അനുഗ്രഹീത നിമിഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പ്രിയ ജസ്വിൻ്റെയും ഹിബിയുടെയും വിവാഹം ആശീർവദിപ്പാനായി കടന്നു വന്നിരിക്കുന്ന അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ KJ മാത്യു, പ്രിൻസിപ്പൽ ബദൽ ബൈബിൾ കോളേജിൻ്റെ പുനലൂർ ഇന്ന് നമ്മുടെ മധ്യയായിരിക്കുന്നു. തന്നെ തുടർന്നുള്ള ശുശ്രൂഷിക്കാൻ ഞാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ഒരുമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ തന്നെ തിരുനാമം ഇന്ന് ഈ വിവാഹ വേദിയിൽ വീണ്ടും മഹത്വപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് സംബന്ധിക്കാൻ അവസരമുണ്ടായി സന്തോഷിക്കുന്നു. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസന്മാരോട്, പ്രത്യേകിച്ച് പാസ്റ്റർ NG രാജു അവർ, വരൻ്റെ കുടുംബാംഗങ്ങൾ, നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും ആരംഭത്തിൽ ഞാൻ വളരെ വിനയത്തോട് രേഖപ്പെടുത്തുന്നു. ബഹുമാനരായ ദേവദാസന്മാരെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിവാദനം ചെയ്യുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനം നന്നായി സംസാരിച്ച വളരെ ആദരണീയനായ പെന്തക്കോസ്ത് സമൂഹത്തിന് അഭിമാനകരമായി ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്റർ PJ ജെയിംസ് അബുകൾ, ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റ് ഓവർസിയർ, കഥാദാസനുമായി ലഭിച്ച ഈ വേദി പങ്കിടലിൽ ഞാൻ സന്തോഷിക്കുന്നു. ദേവദാസനെ ആദരവോടെ ഞാൻ അഭിവാദനം ചെയ്യുന്നു. ബഹുമാനരായ ദേവദാസന്മാർ, പാസ്റ്റർ NG രാജു അവർ, വരൻ്റെ സഭയുടെ ശുശ്രൂഷകൻ, അസംബ്ലികൊണ്ട് ഒരു സീനിയർ മിനിസ്റ്റർ, എൻ്റെ വളരെ പഴയ ആത്മീയ ശുശ്രൂഷ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ആധ്യക്ഷം ഈ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പാസ്റ്റർ രാജുവിന് പ്രത്യേകിച്ച് വന്ദനം. സെക്ഷൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പാസ്റ്റർ പ്രസാദ് ഘോഷി അവരുടെ ഞാൻ അഭിവാദനം ചെയ്യുന്നു. വധുവിൻ്റെ സഭയുടെ പാസ്റ്റർ ജോൺ സാമുവലിനെ ആദരിക്കുന്നു. പാസ്റ്റർ ഷിബു മത്തായി, ഞാൻ സംസാരിക്കാൻ പറ്റിയില്ല, വിശ്വസിക്കുന്നു ബ്രിസ്റ്റോൾ സഭയിലായിരിക്കണം ജസ്വനൊക്കെ ബന്ധപ്പെട്ട് പോകുന്നത്. പാസ്റ്റർ ഷിബു മത്തായിയുടെ ബ്രിസ്റ്റോൾ ചേർച്ച് എനിക്കും പരിചയമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് പാസ്റ്റർ ഷിബു മത്തായി. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകിച്ച് വന്ദനം ചെയ്യുന്നു. മറ്റ് ദേവദാസന്മാർ ധാരാളം പേര് സദസ്സിൻ്റെ ഭാഗമായിട്ട് ഇരിപ്പുണ്ട്. പാസ്റ്റർ KJ ജേക്കബ് അവർ, അദ്ദേഹമാണ് ഞങ്ങളെ ഇങ്ങോട്ട് നയിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭവനം ഞങ്ങൾക്ക് ഒന്ന് ഫ്രഷപ്പ് ആകുവാൻ സഹായകരമായിരുന്നു. അദ്ദേഹത്തിന് നന്ദി, വന്ദനം. അതുപോലെ പാസ്റ്റർ മോനച്ചൻ, എനിക്കൊന്ന് സൗദി അറേബ്യയിൽ ജസ്വിനുമായിട്ടൊക്കെ വളരെ അടുത്ത് സഹകരിച്ച ആളാവണം. പാസ്റ്റർ മോനച്ചൻ വളരെ ദൂരം യാത്ര ചെയ്ത് കോഴിക്കോട് താമരശ്ശേരി നെല്ലിപ്പയിൽ നിന്ന് ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രത്യേകിച്ച് അഭിവാദനം ചെയ്യുന്നു. മറ്റ് അനേക പാസ്റ്റർമാർ, പാസ്റ്റർ PJ സെബാസ്റ്റ്യൻ, പാസ്റ്റർ PV ജോസഫ്, പാസ്റ്റർ ബേബി, പാസ്റ്റർ EV സാമുവൽ, അതുപോലെ മറ്റനേക പാസ്റ്റർമാർ വന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും പാസ്റ്റർ റോയിയെ ഞാൻ കാണുന്നു. അവർക്കെല്ലാം ഞാൻ വന്ദനം പറയുന്നു. സീനിയർ മിനിസ്റ്റേഴ്സ്, പാസ്റ്റർ ജെയിംസ് അലക്സാണ്ടർ IPC പുനലൂർ സെൻറ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ സീനിയർ മോസ്റ്റ് പാസ്റ്റർ EV സാമുവൽ വന്നിരുന്നിട്ടുണ്ട്. പാസ്റ്റർ KO ജോസഫ് ഉണ്ട്. അവരെയൊക്കെ ആദരിച്ച് ഉപചരിച്ച് വേദിയിൽ ഇരുത്തേണ്ടതാണെങ്കിലും എനിക്ക് തോന്നുന്നു സ്റ്റേജിലെ സ്ഥലക്രമീകരണം സ്വല്പം നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് ആ നിലയ്ക്ക് അവരെ ആദരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും അവരുടെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവരിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വധു ഫിബിയുടെ കുടുംബാംഗങ്ങൾ, പാസ്റ്റർ തോമസ് എബ്രഹാം കുടുംബവും ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് വളരെ അടുത്ത് അറിയാവുന്ന സ്നേഹമുള്ള കുടുംബമാണ്. ഞങ്ങൾ കുറേ വർഷങ്ങളായി പുല്ലൂർ പ്രവർത്തിക്കുകയുമാണ് സഹകരിച്ച്. പാസ്റ്ററുടെ ഭാര്യ സിസ്റ്റർ സൂസമ്മയുടെ ഭവനവുമായിട്ട് ഒരു 10-30 വർഷത്തെ പരിചയവും സ്നേഹവുമാണ് എനിക്കുള്ളത്. പാസ്റ്റർ C സാമുവൽ വന്നിട്ടുണ്ട്. പാസ്റ്റർ ലിജോ കുഞ്ഞുമോൻ വന്നിരുന്നിട്ടുണ്ട്. ആ ഭവനത്തിൽ ധാരാളം പേര് എത്തിയിട്ടുണ്ട്. അവരെല്ലാവരെയും ഞാൻ വിനയത്തോടെ അഭിവാദനം ചെയ്യുന്നു. വരൻ ജസ്വിൻ്റെ പേരൻസ്, ആ കുടുംബം, പ്രത്യേകിച്ച് ബ്രദർ ജെയിംസ് ബേബിയുടെ ഭവനത്തിലാണല്ലോ പാസ്റ്റർ രാജു കഴിഞ്ഞ 13 വർഷമായിട്ട് കുടുംബമായി താമസിച്ച് വേല ചെയ്ത് വരുന്നത്. കരിങ്കുന്നത്തുള്ള സംബന്ധിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് ആ കുടുംബം ചെയ്യുന്ന മഹത്തായ സേവനം ഈ വേദിയിലും ഞങ്ങൾ പ്രത്യേകിച്ച് എടുത്തു വന്ന് പറഞ്ഞ് കർത്താവിന് നന്ദി കരയറ്റുന്നു. കരിങ്കുന്നത്തെ പ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലയിലും അവർക്ക് വളരെ ഗണ്യമായ പ്രവർത്തന പങ്കാളിത്തമുള്ളതിൽ ഞങ്ങൾ അസംബ്ലി ഗോഡ് സമൂഹം വിശേഷ രീതിയായിട്ട് സന്തോഷിക്കുന്നു.
എല്ലാവരെയും ചാർച്ചക്കാർ, ബന്ധുക്കൾ, ബേബിയുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. അവരെ പ്രത്യേകിച്ച് ഞാൻ വന്ദനം ചെയ്യുന്നു. വധുവരന്മാർ ജാസ്മിനെയും ഫിബിയെയും പ്രത്യേകിച്ച് അഭിവാദനം ചെയ്യുന്നു. കൂടാതെ അവരുടെ പേരൻസ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ 4 പേരും ദയവായിട്ട് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? പ്ലീസ് സ്റ്റാൻഡ് യുവർ ഫെയർ. ഒരു നിമിഷം പുറകോട്ട് ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് എല്ലാവരും നിങ്ങളെ ഒന്ന് കാണട്ടെ. ഗ്രേറ്റ്. ഇരിക്കാം, തിരിഞ്ഞ് ഇരിക്കാം. ഇവരാണ് എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞുങ്ങളോടൊപ്പം ഇന്ന് ഏറെ ആഹ്ലാദിക്കുന്നത്, ഏറെ ബഹുമാന്യതർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മക്കളോടെല്ലാം അവർ പറഞ്ഞിട്ടുണ്ടാവില്ല അവർക്ക് വേണ്ടി പെട്ട പാടിനെ കുറിച്ച്, അവർക്കായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ആടുകളെ കുറിച്ച്, അവർക്കായി കരഞ്ഞത് ഉപവസിച്ചതിനെ കുറിച്ച്. ചിലപ്പോൾ കുഞ്ഞുങ്ങളത് തിരിച്ചറിയാറില്ല. എക്കാലത്തും ഒന്ന് എനിക്ക് വേദനയോടെ ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവരുടെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളും ശ്രദ്ധയോടെ നോക്കി അവർക്ക് വേണ്ടി ഉറക്കവും ഊണും ഒഴിച്ചിരുന്ന് സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ച് ആത്മാവിൽ പോരാടി ജാഗരിച്ച പേരൻസ് ഇന്ന് ഏറ്റവും മാന്യരാണ്, ബഹുമാന്യരാണ്. അവരുടെ പ്രാർത്ഥനയുടെയും കണ്ണീരിൻ്റെയും ഒരു നിവൃത്തിയാണ്, ഫുൾഫിൽമെൻ്റാണ് ഈ കുഞ്ഞുങ്ങളുടെ മനോഹരമായ ഈ ഇരിപ്പിടമെന്ന് അവർ തിരിച്ചറിയണമെന്നാണ് ഞാൻ സന്ദേശം പറയുന്നത്. എല്ലാ കാലത്തും മക്കളെ, നിങ്ങൾ നിങ്ങളുടെ പേരൻസിന് വേണ്ടി എന്തും പ്രവർത്തിക്കണം. അവർക്ക് സങ്കടം ഉണ്ടാവരുതെന്ന് തീരുമാനിക്കണം. അവർക്ക് അന്നപാനങ്ങൾ ഉറപ്പാക്കണം. അവരുടെ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ ദൈവിക പ്രതീക്ഷയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ പേരൻസിനെ പ്രത്യേകിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു ഈ നല്ല സമയത്തിനായിട്ട്. I think we have a very distinguished guest with us this morning, and I believe he is the close friend of Brother Jasper. Thank you, brother, for joining us this morning, and I think this ministry has been blessed by that dear brother from FRO. He has come all the way from UK, I believe. It's been a blessing. God bless you. ഞാൻ വളരെ ചുരുങ്ങിയ ഒരു സമയം, എനിക്കറിയാം പ്രസംഗത്തോട് ഒരുപാട് സാധകാത്മകമായി പ്രതികരിക്കുന്നുണ്ടാവില്ല. എങ്കിൽ ഞാൻ പാസ്റ്റർ രാജുവോട് പറഞ്ഞു, പാസ്റ്റർ സമയം വളരെ പോയി, ഞാൻ വചനം പറയുന്നത്. അദ്ദേഹം സ്വല്പസമയം അത് കൃത്യമായി പാലിച്ചുകൊണ്ട് എത്രയും ചെറിയ പ്രസംഗം ചെയ്ത് ശീലമുള്ള ആളാണ് ഞാൻ എന്നതുകൊണ്ട് ഈ വേദിയിലും ചുരുങ്ങിയ ഒരു പ്രസംഗം, ഞാൻ പഴയ ഒരു ഉപദേശിയാണ് എങ്കിലും ഇന്ന് ചെറിയൊരു പ്രസംഗം ചെയ്ത ശുശ്രൂഷയുടെ ബാക്കി ഭാഗം ഞങ്ങൾ തീർക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാകും എത്ര പെട്ടെന്നായിരുന്നു കാര്യങ്ങളെന്ന്. പൗലോസ്ലീഹായുടെ ആ അനുഗ്രഹിക്കപ്പെട്ട ആത്മ നിറവിലെ എഴുത്ത്, അവിടെ പല ദൂതുകളുണ്ട്. ക്രിസ്തുവും തിരുസഭയുമായുള്ള ആത്യന്തിക ആയാറിലെ ഭാവികാല സംയോഗത്തിൻ്റെ ആലങ്കാരിക ഭാവഹാദികളുണ്ട്. അതിൻ്റെ നിഴൽ ഇവിടെ പരാമർശിക്കപ്പെടുന്നുണ്ട്, പരമ്പൊരുൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്കൊന്നും മാറാതെ ഞാൻ ശക്തമായിട്ട് എല്ലാവരെയും ഓർപ്പിക്കുക, ജെയിംസ് സാർ പറഞ്ഞ അനുബന്ധിച്ച് വിവാഹം സംശുദ്ധമായ ഒരു ബന്ധമാണ്. ഹൗളി മാട്രിമോണി എന്ന് കൃത്യമായി അതിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്നു. ഇതൊരു വിശുദ്ധ ബന്ധമാണ് മക്കളെ, ഇതൊരു വിശുദ്ധ ബന്ധമാണ്. ഇന്നത്തെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കുതിച്ചു ചാട്ടം നിങ്ങൾക്കറിയാം. ഇവിടുത്തെ മൊബൈൽ ഫോണിൻ്റെ വളരെ അനന്ത സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ഗതികേടില്ല നമ്മുടെ നാട്. ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവിനെയും മക്കളെയും വിട്ടേച്ച് ആരുടെയും കൂടെ ചാടിപ്പോകാൻ ഇഷ്ടം പോലെ തയ്യാറാകുന്ന ഒരു കേരളമാണ് ഇന്ത്യൻ്റെ കേരളം. ദേവദാസൻ പറഞ്ഞ പോലെ പ്രീ മാരിറ്റൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് സമൃദ്ധമാകുന്ന ഒരു ഗതികെട്ട കാലമായത്. സാങ്കേതിക വിദ്യ വല്ലാതെ ആകുമ്പോൾ, സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ, കാശ് കൂടുമ്പോൾ, സൗന്ദര്യത്തിന് കോട്ടം തട്ടാതിരിക്കുമ്പോൾ, നല്ല സ്ഥാനികത കിട്ടുമ്പോൾ ഒക്കെ ആളുകൾ ബന്ധങ്ങളെ മറക്കുന്നതിൻ്റെ ഈ ഗതികൾ തുടരുമെന്നറിയെ ഞങ്ങൾ ആത്മനിയോഗത്തിൽ വിളിച്ചു പറയുന്നു, വിവാഹബന്ധം പരിപാവനമായ ഒരു ബന്ധമായിരിക്കട്ടെ. ആരോഗ്യവും സൗന്ദര്യവും ഇന്നത്തെ സ്യൂട്ടും നല്ല ഫ്രോക്കും ഗൗണും ഏർപ്പാടും ഒക്കെ മക്കളെ എന്നും ഉള്ള കാര്യമല്ല. ഈ വേദിയിൽ ധരിക്കുന്ന എന്നും ധരിക്കാൻ പറ്റത്തില്ല. സൗന്ദര്യത്തിന്റെ ആരോഗ്യത്തിന്റെ മൂർത്തഭാവങ്ങളായി നിങ്ങൾക്ക് എന്നും ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ജീവിതമല്ലേ ജരാ നരാധീന ദിനാന്തരങ്ങൾ എന്ന കവി പറയുന്നത്. ഇതെല്ലാം കുറേശ്ശെ കുറഞ്ഞുകൊണ്ടിരിക്കും, തടയാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവ് ഞങ്ങളെ വിശുദ്ധി ഒന്നിപ്പിച്ചത് കൊണ്ട്,
സൗന്ദര്യമോ ആരോഗ്യമോ കാശോ പ്രതാപമോ പത്രാസോ ഞങ്ങൾക്ക് വിഷയമല്ല. എൻ്റെ ഭാര്യയേക്കാൾ സൗന്ദര്യമുള്ള, എൻ്റെ ഭർത്താവിന് ആരോഗ്യമുള്ള ഒരുപാട് പേര് രാജ്യത്തുണ്ട്. പക്ഷെ കർത്താവ് ഞങ്ങളെ ഉടമ്പടിയാൽ വിശുദ്ധിയിൽ ഒന്നിപ്പിച്ചു. അവസാന ശ്വാസം വരെ വിശ്വസ്തരായിരിക്കും തീരുമാനിക്കുവാൻ ദൈവം സഹായിക്കും. കരകൊട്ടി എല്ലാവരും ദൈവത്തിന് ഒരു മഹത്വം കൊടുത്താൽ അതിനു വേണ്ടി ആ ദൈവാത്മാവ് ഇന്ന് രാവിലെ സംസാരിക്കും. ഞാൻ വെച്ചു സംതൃപ്തി എന്ന ഒരു പ്രധാന ദർശനമാണ് ഗാർഹികത്തിൽ വൈവാഹിക ബന്ധത്തിന്റെ പ്രകാരം 13:5 ഒരു ആധാരവാക്യം. മറ്റൊന്ന് ഫിലിപ്പിയർ 4:16 വാക്യങ്ങൾ ഉദ്ധരിക്കാതെ ഞാൻ വാക്കുകൾ നിർത്തിക്കൊള്ളാം. അത് മറ്റൊന്നുമല്ല, ജീവിതം വിജയിപ്പിക്കാൻ സംതൃപ്തി വേണം. ഈ ചെറുപ്പക്കാരൻ UK എല്ലാ ജോലിക്കും ഇഷ്ടം പോലെ അവസരമുള്ള ആ നാട്ടിൽ കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിച്ചത് എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നു. നിശ്ചയമായി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഡെഡിക്കേഷനാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സുവിശേഷ വേലയും കൂടെ ആയിരുന്നു. മക്കളെ, സംതൃപ്തി വേണം, ഇല്ലാതെ ശരിയാണ്. തോമസ് ബ്രാവും KJ മാത്യു എന്ന് ഞാൻ 41-ാം കൊല്ലം നിൽക്കുക വേലയിൽ. ചെറുപ്പത്തില് ഈ വേലയ്ക്ക് ഇറങ്ങിയത് കൊണ്ടാണ് സർവീസ് ഇത്ര ജാസ്തിയായത്. ബഹുമാനായ ദേവദാസന്മാർ ജെയിംസ് സാറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ശമിച്ചാനും ഇരിപ്പുണ്ട്, പാസ്റ്റർ EV സാമുവൽ എന്റെ സീനിയർ മിനിസ്റ്റർ മുട്ടുമടക്കി കർത്താവിന് നന്ദി പറഞ്ഞ് ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം ഉയർത്തി ഒരു കംപ്ലൈന്റും ഇല്ലാതെ എന്റെ മക്കൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കൊടുക്കാൻ എനിക്കിപ്പോ പ്രാപ്തിയില്ല. മക്കളെ, ദൈവാവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയാൽ കഴിക്കാം, കുടിക്കാം, ധരിക്കാം എന്ന് പറഞ്ഞവരാണ് ദാമ്പത്യം വിജയിപ്പിച്ചത്. നന്ദിയുടെ ഓർമ്മകൾ എല്ലാവരും കാര്യമൊക്കെ ദൈവത്തിന് അല്പസമയം സ്തുതി കൊടുക്കട്ടെ, മഹത്വം കൊടുക്കട്ടെ. ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. സംതൃപ്തി ജീവിതത്തിന്റെ മുഖമുദ്രയാക്കും. മക്കളെ, ഒന്നുമില്ലെങ്കിലും തൃപ്തിയോടെ ദൈവത്തെ സ്തുതിച്ച് ജീവിച്ചാൽ നിങ്ങൾ ജീവിതം വിജയിപ്പിക്കാൻ പോകും. നമ്പർ 3 ഇൻ ക്ലോസിംഗ്, സൽകീർത്തി. തെളിവ് ലൂക്കോസ് 1:6 വാക്യം. നിങ്ങൾ അറിയുന്ന ആ കൊച്ചു കുടുംബം പുരാതന കുടുംബം, സക്കറിയാവിന്റെയും എലിസബത്തിന്റെ കുടുംബം. അവരെ കുറിച്ച് ഇന്നും ലോകം അറിയുന്ന വചനം അവിടെ ഉണ്ട്. അവർ ഇരുവരും നീതിയുള്ളവരും, അവർ ഇരുവരും ദൈവത്തിന്റെ കൽപ്പനകൾ ഒട്ടൊഴിയാതെ പ്രമാണിക്കുന്നവരുമാണ്. ഒരാളല്ല, രണ്ടുപേരും ഒന്നുപോലെ. അതുകൊണ്ടാ ചീട്ടിട്ടപ്പം ഒരുപാട് ബ്രദർമാർ വർദ്ധിച്ചപ്പോഴാണ് ചീട്ടിട്ട് വന്നത്. ഇട്ടപ്പോ ഇവന് ഭാഗ്യക്കുറി പോലെ ആ ശുശ്രൂഷ അവസരം ദൈവം കൊടുത്തത്. ശ്രദ്ധിക്കുക, അനബദ്ധതയുടെ, വന്ധ്യതയുടെ, മക്കളില്ലായ്മയുടെ വേദന അന്ന് ഒത്തിരി സഹിച്ചതാ ആ കൊച്ചു കുടുംബം. ആക്ഷേപം ഒരുപാട് സഹിച്ചതാ. പക്ഷേ ശുശ്രൂഷക്കുറവ് വരുത്തില്ല അവർ നിശ്ചയിച്ചു. ശുശ്രൂഷിക്കാൻ ദൈവം ഒരു അവസരം കൊടുത്തു. 400 കൊല്ലത്തെ വരൾച്ചയ്ക്ക് ശേഷം, ഡ്രൈ ആയ ഒരു പീരീഡിന് ശേഷം അന്ന് ആദ്യമായി സക്കറിയാവ് ദൈവ ശബ്ദം കേൾക്കുന്നു, ഷെക്കേന മഹത്വം കാണുന്നു. ഓ ഹല്ലേലൂയ! ഞാൻ ആത്മാവിൽ ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഹല്ലേലൂയ! ദുഃഖമുണ്ട്, ഭാരമുണ്ട്, വേദനയുണ്ട്, വന്ധ്യതയുണ്ട്, തിരസ്കാരമുണ്ട്. പക്ഷേ എന്റെ കർത്താവിന്റെ ശുശ്രൂഷ, ദൈവസേവനം, വെളിപ്പെട്ട പെന്തക്കോസ്ത് ആരാധന, തൊടുപുഴയിലും പുനലൂരുമൊക്കെ ആക്ഷേപമെല്ലാം തീർന്നിട്ടില്ല ഞങ്ങൾ പാസ്റ്റർമാർക്ക്. പക്ഷെ കർത്താവ് തന്ന വെളിപ്പാട് പോലെ ഞാനും എന്റെ കുടുംബവും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കും. കരമുറ്റി എല്ലാവരും ദൈവത്തെ ഒന്ന് ഉറക്കെ തുതിച്ച് ആരാധിക്കട്ടെ. ദൈവം തന്ന വെളിപ്പാട് പോലെ ഭക്തിയോടെ ഞങ്ങൾ കർത്താവിനെ സേവിക്കുമെന്ന് തീരുമാനിച്ചാൽ സൽകീർത്തി ദൈവം നിങ്ങൾക്ക് നൽകും. തലമുറകൾ നിങ്ങളെ വാഴ്ത്തും, ലോകം നിങ്ങളെ ആദരിക്കും. ആമേൻ. ദൈവശബ്ദം മാത്രമല്ല, ലോകം ശപിക്കപ്പെടുന്നത് പറഞ്ഞുവെങ്കിൽ കർത്താവിനെ ഭക്തിയോട് സേവിച്ചപ്പോ ആ ശാപത്തിന് ദൈവം മാറ്റം വരുത്തി. യോഹന്നാന്റെ പിറവി ആ കുടുംബത്തിന് ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റി. ഞാൻ പലരോടും ഈ ദൂതിൽ നിന്ന് വിളിച്ചു പറയുന്നു, ആക്ഷേപമാണ് പെന്തക്കോസ്ത്, വേർപെട്ട് ബന്ധുക്കൾ പുച്ഛിക്കുന്നു പറഞ്ഞ് അങ്ങനെ ഉഴപ്പിക്കളയരുത്. ഭക്തിയോടെ കർത്താവിനെ പിൻപറ്റി വചനപ്രകാരം ദൈവത്തെ ആരാധിച്ച അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തും. ദൈവം കരകൊത്തി വിശ്വാസത്തിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവം അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തും. ഈ വിവാഹം നെടുനായ ഒരു വിവാഹമാണ്. ഇതിന്റെ സാക്ഷാത്തായ പരമ്പൊരുൾ ഈശോ മെശിഹായും തിരുസഭയുമായുള്ള ആത്യന്തിക വിവാഹ മഹോത്സവമാണ്. ജാസ്മിനും ഫിബിയും അതിനായി ഒരുങ്ങിയിരിക്കുന്നു. ഞങ്ങൾ മിക്കവരും ഒരുക്കത്തിലാണ്. ക്രിസ്തുവുമായി ബന്ധമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിന്റെ പാതാരബന്ധങ്ങളിലേക്ക് നിങ്ങൾ അടുത്തു വരണമേ. ഈ വിശുദ്ധ വചനം അനുസരിക്കാൻ തയ്യാറാകണമേ. ആത്മരക്ഷ, വിശ്വാസ സ്നാനം, ആത്മനിറവ്, വേർപാട്, സത്യാരാധന,
അത് ഞങ്ങളെപ്പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകട്ടെ. തകർന്ന കുടുംബങ്ങളെ കെട്ടുപൊഴിയുക എൻ്റെ കർത്താവിന് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളിൽ ചുരുക്കുന്നു. തലകളെ എല്ലാവരും മടക്കി കണ്ണുകളെ മൂടി ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി ദയവായി തയ്യാറാണ്. പാസ്റ്റർ ജോൺ ശ്യാമൽ മുമ്പോട്ട് വന്ന് ചുരുക്കത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇതൊരു ഓഡിറ്റോറിയമാണെന്ന് എനിക്കറിയാം. എന്നാൽ പ്രിയരെ, കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ആ ബോധ്യമുള്ള എല്ലാവരും വായിക്കൊള്ളുന്ന കർത്താവിനെ സ്തുതിക്കാം. ആരും അവരായിരിക്കണ്ട. യേശുവിന്റെ സാന്നിധ്യ ബോധ്യമുള്ള എല്ലാവരും അല്പസമയം കർത്താവിനെ ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഈ പകലിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ ഓഡിറ്റോറിയത്തിൽ അവിടുത്തെ സന്നിധിയിൽ കൂടി വരുവാൻ ദൈവമായി കർത്താവ് അനുവദിച്ച വിലയേറിയ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു. കർത്താവ് അവിടുത്തെ ദാസന്മാർ കൽപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം. ദൈവത്തിന് മുൻപാകെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ കർത്താവ് അനുഗ്രഹിക്കുമാറാണ്. തുറന്നകന്നായ വിവാഹ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. അവിടുത്തെ ആ ശുശ്രൂഷ ആശ്രയിപ്പാൻ ആവശ്യമാകുന്ന ദൈവകൃപ ദാസന്മാരെ പകരുമാറാൻ പ്രാർത്ഥിക്കുന്നു. അതിനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിവാഹ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക് ഇപ്പോൾ നാം പ്രവേശിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവ സാന്നിധ്യ ബോധ്യത്തോടെ ദൈവമുമ്പാകെ ഇരിക്കണമെന്ന് ഞാൻ വിശേഷാംഗങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ജാസ്മിൻ ജെയിംസ് ബേബി എന്ന പേരുള്ള ഈ യുവാവിനെ പ്ലീസ് ജാസ്മിൻ ഫിബി തോമസ് എന്ന പേരുള്ള ഈ യുവതിയെ വിവാഹത്താൽ ഇന്ന് കൂട്ടിച്ചേർക്കുവാൻ ദൈവമുമ്പാകെ നമ്മളെല്ലാവരും കൂടി വന്നിരിക്കുകയാണല്ലോ. വിവാഹം എല്ലാവർക്കും മാന്യമായ സ്വീകാര്യമായ ദൈവ നിയോഗിതമായ ഒരാത്മിക കാർമിക ശുശ്രൂഷയാകുന്നു. അതുകൊണ്ട് അയോഗ്യമായും അശുദ്ധമായും ഇതിൽ ആരും ഒരു നാളും പ്രവേശിക്കുവാൻ പാടില്ല എന്നും ദൈവം നമ്മോട് വ്യക്തമായി സംസാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ സഭയോട് ചോദിക്കുന്നു, ഇവിടെ പേർ പറയപ്പെട്ട ഈ യുവാവിനെ യുവതിയും വിവാഹത്താൽ ഇന്ന് യോജിപ്പിക്കുവാൻ കഴിയാതെ വണ്ണം അവരുടെ കഴിഞ്ഞ ജീവിതത്തിൽ നാം പാർക്കുന്ന രാജ്യ നിയമങ്ങൾ അനുസരിച്ചോ ദൈവത്തിന്റെ വിശുദ്ധ പ്രമാണങ്ങൾ അനുസരിച്ചോ അയോഗ്യമായ നടപടികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോധ്യമുള്ള പക്ഷം അതിപ്പോഴെങ്കിലും നിങ്ങൾ ചുമതലക്കാരെ വ്യക്തിപരമായിട്ട് അറിയിക്കേണ്ടതും, അല്ലാത്ത പക്ഷം ഒരു വിവാഹ വിഷയത്തിൽ ഇന്നെന്ന പോലെ നിങ്ങളൊന്ന് മൗനമായിരുന്ന ഒരു ദാമ്പത്യത്തിന്റെ ഗാർഹികത്തിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാകുന്നു. നിങ്ങളുടെ മൗന വിവാഹ ശുശ്രൂഷയ്ക്ക് അനുവാദം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ശിശു നടത്തി കൊടുക്കുവാൻ ദൈവ കൃപയിൽ ശരണപ്പെടുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവം ഭാഗെ ഇരിക്കണം. നിങ്ങൾ ദൈവം ഭാഗ ശിരസ് നമിച്ച് കണ്ണുകളെ മൂടി ഒരു നിമിഷം സ്വശോധനയ്ക്കായി പ്രാർത്ഥനയ്ക്കായി നിശ്ചയമായും തയ്യാറാകണം. കുഞ്ഞുങ്ങളെ, ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ ദൈവത്താൽ നിയോഗിപ്പെട്ട് വന്നിരിക്കുക. ആരാധനയോടെ സ്തോത്രത്തോടെ വചനക്കേൾവിയുടെ ഉണ്മയിൽ സമർപ്പിതരായ ദൈവം നിൽക്കുമ്പോൾ കർത്താവേ, ശരീരത്തിലും ആത്മാവിലും മനസ്സിലും ആണിപ്പെടുന്നോട് കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അനുഗ്രഹമായി തീരണമെന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ദൈവത്തോട് മൗനമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിതാവേ, ഈ അവിടുത്തെ മക്കളുടെ അപേക്ഷ അങ്ങ് കൈക്കൊള്ളുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അവർ തീരുമാനങ്ങൾ സ്ഥാപിക്കുമ്പോൾ ഉഭയസമ്മത വചനം ഏറ്റുപറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ നിയോഗം അനുഭവിപ്പാൻ ദൈവമിടയാക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ, ഞങ്ങളെ കേൾക്കണമേ. ജസ്റ്റിനോട് ഞാൻ ചോദിക്കണം, നിനക്ക് ഏറ്റവും സമയം നിൽക്കുന്ന ഫെബി തോമസ് എന്ന ഈ യുവതി എന്നു മുതൽ നിന്റെ ഭാര്യയായി സ്വീകരിച്ച് ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം ഇവളോടുകൂടെ ചേർന്ന് പാർക്കുവാൻ നീ ഇഷ്ടപ്പെടുന്നുവോ? നിങ്ങളുടെ ജീവിതകാലമൊക്കെയും ലോകത്തിൽ മറ്റെല്ലാവരെക്കാളുപരി ഇവിടെ മാത്രം സ്നേഹിച്ച് മാനിച്ച് സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യം ജീവിതത്തിലും മറ്റെല്ലാ പന്താവുകളിലും മരണത്താൽ നിങ്ങൾ തമ്മിൽ വേർപെരിയും വരെ ഇവളോട് മാത്രം ചേർന്നിരുന്ന് ഇവൾക്ക് ഉത്തമനായ ഒരു വിശ്വസ്ത ഭർത്താവായിരിക്കുവാൻ ദൈവമുമ്പാകെ ദൈവ സഭയുടെ മധ്യേ നീ തീരുമാനമെടുക്കുന്നുവോ? ക്രൈസ്തവോട് ഈ തീരുമാനത്തെ കർത്താവ് ആദരിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വിശുദ്ധ വചനപ്രകാരം ഇവനോടുകൂടെ ചേർന്ന് പാർക്കുവാൻ നീ ഇഷ്ടപ്പെടുന്നുവോ? ക്രൈസ്തവോ, നിങ്ങളുടെ ജീവിതകാലമൊക്കെയും ലോകത്തിൽ മറ്റെല്ലാവരെക്കാളുപരി ഇവനെ മാത്രം സ്നേഹിച്ച് ബഹുമാനിച്ച് സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിന്റെ മറ്റെല്ലാ ഘട്ടങ്ങളിലും മരണത്താൽ നിങ്ങൾ തമ്മിൽ വേർവരും വരെ ഇവനോട് മാത്രം ചേർന്നിരുന്ന് ഇവൻ ഉത്തമയായ ഒരു വിശ്വസ്ത ഭാര്യയായിരിക്കുവാൻ
ദൈവമുമ്പാകെ ദൈവ ജനത്തിന്റെ മധ്യേ നീ തീരുമാനിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഈ തീരുമാനത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജാസ്മിനും ബിബിയും അവരുടെ വിവാഹ തീരുമാനം ദൈവ സഭാമധ്യേ പരസ്യമായിട്ട് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. അനുബന്ധിച്ച് അവർ പരസ്പരം വലങ്കരങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ഉഭയസമ്മത വചനം ആത്മാ നിയോഗത്തിൽ ഏറ്റു പറയുന്ന ഒരു ശുശ്രൂഷ നിമിഷം